NSS SNDP ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ കൗൺസിൽ ചുമതലപ്പെടുത്തി. ഉടൻ തന്നെ NSS നേതൃത്വത്തെ കണ്ട് തുഷാർ വെള്ളാപ്പള്ളി ചർച്ച നടത്തും. ഇതോടെ കാലങ്ങളായുള്ള SNDP NSS ഐക്യത്തിന് കളമൊരുങ്ങും. മുതൽ നസ്രാണി വരെ യോജിപ്പ് അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ചർച്ച നടത്താൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയത്. യോഗത്തിന്റെ വൈസ് പ്രസിഡന്റായ തുഷാറിനെ കാണാനും കഴിഞ്ഞ വേഗം NSS നേതൃത്വത്തെ കണ്ട് ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം തന്നെ പോകും. ഡേറ്റ് മിക്കവാറും ഇന്ന് വിളിച്ചു ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സൗകര്യം കണക്കാക്കി ഏറ്റവും വേഗം തന്നെ പോകും. തങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നതിന് NSS നേതൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമസമ്മേളനത്തിൽ സംസാരിച്ചത്. ഇനി NSSുമായി കൊമ്പ് കോർക്കില്ല, രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ എടുക്കും. സമദൂരമാണ് അവരുടെ തീരുമാനമെങ്കിൽ അങ്ങനെ പോകും, അതല്ല ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റുതിരുത്തി മുസ്ലിം ലീഗ് വന്നാൽ പോലും അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൗൺസിൽ യോഗത്തിനുള്ളിൽ 3 പ്രമേയങ്ങളും അംഗീകരിക്കപ്പെട്ടു. ലീഗിന്റെ മതേതരത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. മതേതരത്വത്തിനു വേണ്ടി പ്രചരണം നടത്തുന്ന ലീഗ് ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നും പ്രമേയത്തിലൂടെ പറയുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കൗൺസിൽ യോഗത്തിലുണ്ടായത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയാണ് ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടായത്. രാവിലെ 10 മണിയോടുകൂടി എത്തിയ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മുദ്രാവാക്യം വിളികളോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.